എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു വെള്ളാപ്പം ഉണ്ടാക്കിയാലോ. സാധാരണ പച്ചരി കൊണ്ട് നല്ലോണം മിക്സിയിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഒരു പഴയ ടൈപ്പിലുള്ള, വളരെ പഴയ ടൈപ്പിൽ ഒരു 10-40 കൊല്ലം മുന്നേ എല്ലാം നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. പക്ഷെ അന്ന് കള്ള് കിട്ടും, കള്ളൊഴിക്കും. കള്ളിന് പകരം ഞാനിപ്പോൾ ഓൾട്ടർനേറ്റീവ് തേങ്ങാ വെള്ളമാണ് എടുക്കുന്നത്. തേങ്ങാ വെള്ളം ഒരു തലേന്നോ അതിൻ്റെ തലേന്നോ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പുളിക്കാൻ വെച്ചിട്ട് പുറത്തധികം വെക്കൂല കേട്ടോ, ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ പുറത്ത് വെച്ചിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങാ വെള്ളം കൂട്ടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് അതാ 2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ് ഈ പച്ചരി. 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകിയിട്ടെല്ലാം ഞാൻ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, തേങ്ങേൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങേൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഒരു 2 സ്പൂണ് നമുക്ക് മാറ്റി വെക്കാം. അത് പാപ്പ കാച്ചുവന. അപ്പോൾ അതവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ. 2 സ്പൂണ് മതി, അതൊരു ഭാഗത്തിരുന്നോട്ടെ. ബാക്കി നമുക്ക് മിക്സി ജാറ് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ മിക്സിംഗ് ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അരിയും പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് കാരണം തേങ്ങാ വെള്ളത്തിലും പഞ്ചസാര ചേർത്തുകൊണ്ട് മധുരം കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അത് ആവശ്യമില്ലാത്തവർ ഇപ്പോൾ 1 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ പിന്നെയും കുറച്ചുകൂടി കള്ളല്ല തേങ്ങാ വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. മറ്റേത് അപ്പോൾ അതാ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഈ മിക്സിംഗ് ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മിക്സി ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി നമുക്ക് മറ്റേ ഈ എടുത്തു വെച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ക്ഷമയോടുകൂടി കാച്ചണേ. ഇതിനൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഇപ്പം പലരും ചോറെല്ലാം അരച്ച് വെച്ച് അങ്ങ് രക്ഷപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കാച്ചിയെടുക്കാം. ഞാനിത് നോൺ സ്റ്റിക്കിൽ ഒഴിച്ചത് കാരണം മറ്റ് സ്റ്റീലിൻ്റെയോ ഇല്ല അലുമിനിയത്തിൻ്റെയോ ചീനച്ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ലോണം കാച്ചി കുറുക്കിയെടുക്കണം. സിമ്മിൽ വെച്ചിട്ടേ കാച്ചാവൂ. കണ്ടോ, നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആദ്യം അരച്ച് വെച്ച അരിയിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് തണുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. റെഡി ആയിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ലോണം കലക്കണം, അടിച്ച് കലക്കുക. പൊറോട്ട അടിക്കും പോലെ എന്നാണ് പറയുക അന്നേരമല്ല. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ നല്ലോണം കലക്കിയെടുത്തിട്ട് അത് ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊരു 8 മണിക്കൂർ ഇത് പുളിക്കാൻ വെക്കണം. അപ്പോൾ അത് മൂടി ഒരു ഭാഗത്തിരിക്കട്ടെ. ഇതിപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ലോണം മാവ് കുറച്ച് മേലോട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല പഫി ആയിട്ടുണ്ട്. എയർ ബബിൾസ് എല്ലാം വന്ന് ഈ പാകത്തിന് നിങ്ങൾക്ക് കള്ളപ്പം ചൂടാകും കേട്ടോ. ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് വെള്ളാപ്പത്തിന് നന്നാവുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുത്തിട്ട് നമുക്ക്, ഞാൻ കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടിയിലായിട്ട് ചുടുന്നത്, അതാകുമ്പം കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ 1.5-2 കരണ്ടി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട്, ആസ് യൂഷ്വൽ വെള്ളാപ്പം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, ചുറ്റിച്ചെടുത്തിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചീനച്ചട്ടിയിൽ അധികം എണ്ണ ഞങ്ങൾ ആക്കുന്നതെന്ന് വെച്ചാൽ അധികം ആക്കുവാൻ പാടില്ല. പിന്നെ നല്ലോണം ചൂടാണ്, എന്നാൽ മാത്രമേ ഈ മാവ് അവിടെ പറ്റി പിടിച്ച് നിൽക്കുകയുള്ളൂ. അത് റെഡി ആട്ടെ. ഉണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ കാസ്റ്റ് അയൺ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അറ്റം വിട്ട് വരുവാൻ ആദ്യം കുറച്ചൊന്ന് മടിക്കും. പിന്നെ
അറ്റം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങ് പോരും. ആ അറ്റത്തിനാണ് കുറച്ച് പ്രയാസം, പിന്നെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് എല്ലാവരും നോൺ സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, അങ്ങ് ഒഴിച്ച് കൈകൊണ്ട് തന്നെ ഇങ്ങ് എടുക്കാം. കണ്ടില്ല, ആദ്യമുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, പിന്നെ നടുവെല്ലാം പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് കണ്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൽ ഒരു പ്രാവശ്യം ചുട്ട് കാണിച്ചു തരാം. അതും മോശമൊന്നുമില്ല, പക്ഷേ ഇതിനേക്കാളും എനിക്ക് ടേസ്റ്റ് അതിൻ്റെതാണ് ഇഷ്ടപ്പെട്ടത്. അതിലും അതേപോലെ തന്നെ ഒരു 1.5 കരണ്ടി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ, നല്ല ബ്രൗൺ കളറിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി വെള്ളാപ്പം റെഡി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതില്ലേ ഞാൻ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ക്രിസ്പിനെസ് കുറച്ച് കുറവാണ്, പക്ഷേ നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കിയുണ്ടോ നല്ല ക്രിസ്പിയാണ്, നല്ല പൊട്ടിയാപ്പം പോലെ കറുമുറുവും തിന്ന് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുക. ഇതാ നടുവിലാണെങ്കിൽ നല്ല സ്പോഞ്ചി ആയിട്ടും ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.